പൊട്ടറ്റോയും സോയാ ചങ്ക്സും കൂടി വെക്കാനാട്ടോ, ചപ്പാത്തിക്ക് കറിയായിട്ട് വെക്കാനാണ്. അപ്പോൾ അത് ഞാൻ സവാള ഒന്ന് വഴറ്റിയെടുത്തു, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതേ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഞാൻ ഇത്തിരി മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. മസാല എന്ന് പറഞ്ഞാൽ തേങ്ങയും പിന്നെ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി അരച്ച് വെച്ചതാണ്, ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ. അതൊന്ന് എടുത്തിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചതൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സോയ അത് ആദ്യം ഒന്ന് തിളപ്പിച്ചു കേട്ടോ, ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചു. അതിന് ശേഷം തണുത്തതിന് ശേഷം ഒരു 5-6 പ്രാവശ്യം ഞാനിത് കഴുകി. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിൽ. പിന്നെ അത് ഞാൻ ഇഞ്ചിയില്ല, വെളുത്തുള്ളി മാത്രം. ഇഞ്ചി തീർന്നു പോയി, ഇനി പറിക്കാൻ പോകണം. ഇപ്പോൾ പറിക്കാൻ പോയാൽ കൊതുകിൻ്റെ പടി തുടങ്ങി. അപ്പം ഞാൻ അത് രണ്ടും കൂടി ഇത് ആ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളുത്തുള്ളി, 2 ചുള വെളുത്തുള്ളിയും പിന്നെന്താ കുരുമുളക് പൊടിയും കൂടിയിട്ട് ഞാനിത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതാ പൊട്ടറ്റോ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇട്ട് കൊടുക്കാം കേട്ടോ, സോയാ ചങ്ക്സ്. വെളുത്തുള്ളിയൊക്കെ ചേർത്ത കാരണം വെളുത്തുള്ളിയും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ചുവ ഉണ്ടാവില്ല. അയ്യോ, ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളമാണ് കേട്ടോ, കുറച്ച് മതി. അര ഗ്ലാസ് വെള്ളം മതി. ഒരു 2 സ്റ്റീം വരുത്താം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റാണ്. ചിലരിത് കുക്കറിൽ ഇടാറില്ല കേട്ടോ. ഇത് കുക്കറിൽ ഇടുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടത് കേട്ടോ. കുക്കറിലിട്ട് ഒരു 1-2 സ്റ്റീം മതി, കുറേയൊന്നും വേണ്ട. ഓരോ കുക്കറും ഒരേ മാതിരിയാണല്ലോ. ഇതിൽ ഒരൊറ്റ സ്റ്റീം ആയാലും മതി. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കടുക് വറുക്കാനായിട്ട് ഞാനിത് മൂപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുമ്പ് ഞാൻ ഇത് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ മല്ലിയിലൊന്നും ഇല്ല, അതുകൊണ്ട് ഇടുന്നില്ല. പൊട്ടറ്റോ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെയാകുമ്പോൾ അത്ര വലിയ ചുവയൊന്നും അറിയില്ല നമുക്ക്. നമ്മൾ ആദ്യം തന്നെ നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അത് തണുത്തതിന് ശേഷം